അയ്യോ, സ്ട്രോങ് റൂം തുറന്നു. അതായത് സ്ട്രോങ് റൂം തുറന്നു എന്നുള്ള ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ സമയമാകുമ്പോഴത്തേക്ക് സാധാരണ സ്ട്രോങ് തുറക്കുന്നതാണ്. അപ്പൊ ഇത്രയും ഹൈപ്പ് അതിൽ കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചോദ്യം അവിടെ ഉണ്ട്. പക്ഷെ ഇന്ന് എന്തും ഹൈപ്പാണ്. ഇന്ന് വരുന്ന ചെറിയ ഏറ്റവും ചെറിയ നിമിഷങ്ങൾ പോലും ഹൈപ്പാണ്. കൗണ്ടിങ്ങിന് കൗണ്ട് ഔട്ട്. ഇപ്പോ സമയം 6:32. വയനാട്ടിലെ 3 മണ്ഡലങ്ങളെയും സ്ട്രോങ് റൂം തുറന്നു എന്ന് വാർത്ത വയനാട്ടിൽ നിന്നും കാളിദാസൻ ദേവദത്തും അവിടെ പറയുന്നു. എല്ലാ സ്ഥലങ്ങളിലും സ്ട്രോങ് റൂമുകൾ തുറക്കുന്ന സമയമാണ്. ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാണ്. AN ഷംസീറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ആദ്യം വന്നത്. നമ്മളല്ലാതെ മറ്റാരും സഖാക്കളെ എന്നുള്ളതാണ് ഷംസീറിന്റെ ആ ചോദ്യം. അതിനുശേഷം TP രാമകൃഷ്ണൻ വന്നു. അതിനുശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചാമ്പ്യൻസ് ലീഗിൽ എത്തിയതുപോലെ UDF ഇക്കുറി കേരളത്തിന്റെ അധികാരത്തിലേക്ക് എത്താൻ പോകുന്നു ഷാഫി പറമ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അങ്ങനെ കൂടുതൽ നേതാക്കൾ അവരുടെ കോൺഫിഡൻസ് പ്രകടമാക്കുന്ന സ്ട്രോങ് റൂം തുറന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. സമയം സ്ട്രോങ് റൂം തുറക്കുന്നു. അവിടെ ഇങ്ങനെ എക്സ് ആകൃതിയിൽ വെച്ചിരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിരിക്കുന്ന ഈ പറഞ്ഞ പല കഷ്ണങ്ങൾ ഇളകി മാറ്റി പോയി 26 ദിവസത്തെ സുഷുപ്തിയിൽ സമാധാനമായി അകത്തുറങ്ങുകയായിരുന്നു ഈ പറയുന്ന EVMകൾ. അങ്ങനെ അകത്തുറങ്ങുമ്പോൾ പോലും അതിനുള്ളിൽ കാത്തിരിച്ചു വെക്കുന്ന രഹസ്യം എന്താണ് എന്ന് കേരളം ചോദിക്കാൻ തുടങ്ങി. 10-26 നാളായി. അവിടെ സ്ട്രോങ് റൂം തുറന്ന് അതിന്റെ ഉള്ള പലക അങ്ങനെ പൊളിച്ചു മാറ്റി ആ പൂട്ടിനകത്ത് ഇങ്ങനെ തുണിയൊക്കെ കെട്ടി അതിനപ്പുറത്ത് ഇപ്പൊ ലോക്കൊക്കെ ഇട്ട് സീലൊക്കെ അടിച്ച് വെച്ചിരിക്കുകയാണ്. പതിയെ ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്തി അതിന്റെ സീലൊക്കെ പൊളിച്ച് സ്ട്രോങ് റൂമുകളെ തട്ടിത്തഴുകി ഉണർത്തി പുറത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് ക്ഷണിച്ച് പുറത്തേക്ക് എത്തിക്കാൻ പോകുന്നുണ്ട്. അതിനുശേഷം വോട്ടെണ്ണി തുടങ്ങും 8 മണി. കാളിദാസൻ ദേവദത്ത് ചെയ്യുന്നു. കാളി ഗുഡ് മോർണിംഗ്. അപ്പൊ അവിടെ സംഭവിക്കുന്നത് സ്ട്രോങ് റൂം തുറക്കുകയാണെങ്കിൽ ആദ്യം വയനാടാണെന്ന് തോന്നുന്നു ഓപ്പണിംഗ് ഓഫ് ദ സ്ട്രോങ് റൂം. കാളി വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി. ഇപ്പോൾ സ്ട്രോങ് റൂമുകളൊക്കെ തുറന്ന് നമ്മൾ വളരെ നിർണായകമായ ദൃശ്യങ്ങളിലേക്കാണ്. സ്ട്രോങ് റൂമുകളൊക്കെ തുറന്ന് ഇപ്പോൾ വോട്ടുകളൊക്കെ തന്നെ കൊണ്ടുപോവുകയാണ്. നിർണായകമായ വോട്ടുകളാണ്. ആര് ചിരിക്കും ആര് കരയും എന്നൊക്കെ തീരുമാനിക്കുന്ന ഈ ഒരു ദിവസത്തിൽ ഈ പെട്ടിയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മളിത് പറയേണ്ട കാര്യമില്ല. കൽപ്പറ്റ മണ്ഡലത്തിലെ SKMJ HSSലാണ് കൽപ്പറ്റ മണ്ഡലത്തിലെ വോട്ടുകളെല്ലാം എണ്ണുന്നത് ഇവിടെയാണ്. മാനന്തവാടി മണ്ഡലത്തിൽ അത് സെന്റ് പാട്രിക്സ് ഹൈസ്കൂളിലും ബത്തേരി മണ്ഡലത്തിൽ അത് സെന്റ് മേരീസ് കോളേജിലുമാണ്. അപ്പോൾ ഈ വയനാട്ടിനെ സംബന്ധിച്ച് 3 മണ്ഡലങ്ങളാണുള്ളത്. സംസ്ഥാനത്ത് ഏറ്റവും കുറവ് മണ്ഡലങ്ങളുള്ള ജില്ലയാണ്. പക്ഷേ ഈ വയനാട്ടിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നുള്ളത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമുക്കറിയാം. എല്ലാവരും ഉറ്റുനോക്കുന്നത്, രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് സർക്കാർ ടൗൺഷിപ്പ് അടക്കമുള്ള ഈ വയനാടൻ മണ്ണ് ആർക്കൊപ്പമാകും, പശ്ചിമഘട്ടത്തിലെ ആ രാഷ്ട്രീയ കാറ്റിന്റെ ഗതി എങ്ങോട്ടാകുമെന്നുള്ളതൊക്കെ തന്നെയാണ്. 3 മണ്ഡലങ്ങളിലെയും വിജയമാണ് UDF പ്രതീക്ഷിക്കുന്നത്. UDFന് അത്രത്തോളം വേരോട്ടമുണ്ടെന്ന് പ്രവർത്തകരും നേതാക്കളും ഒക്കെ വീണ്ടും എടുത്തു പറയുന്ന ഒരു മണ്ണാണ് മുസ്ലിം ലീഗിന്റെ അടിയൊഴുക്ക്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് അത്രത്തോളം വേരുറപ്പിക്കാൻ പറ്റിയ മണ്ണ്. തുറന്നു സ്ട്രോങ് റൂം തുറന്നു. അകത്തിരട്ടോ അതോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.